നമുക്ക് ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1902 അവിടെ ഈ ഒരു ഡിസ്പ്യൂട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഇതിൻ്റെ ഓണർഷിപ്പിനെ കുറിച്ചൊരു ഡിസ്പ്യൂട്ട് തർക്കം വന്നത് അത് 1902 മുതലാണെന്ന് പറയാം. ട്രാവൻകൂർ തിരുവിതാംകൂറിലത്തെ രാജാവ് 404 ഏക്കർ 60 ഏക്കേഴ്സ് വാട്ടറും 60 ഏക്കർ വാട്ടറും 404 ഏക്കർ ലാൻഡും കൂടി അബ്ദുൾ സത്താർ മൂസ ഹാജി സേത്ത് അദ്ദേഹത്തിന് അപ്പം കൊടുത്തതായിട്ടാണ്. അപ്പം അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വന്ന ആളാണ്, ഈ അബ്ദുൾ സത്താർ മൂസ ഹാജി. പക്ഷേ ഈ ലീസിന് ഇത് കൊടുക്കുമ്പോൾ അതിന് മുൻപ് തന്നെ ഇവിടെ മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ലീസിനായിട്ട് കൊടുക്കുകയാണ്. 1902 ആ സംഭവം ഉണ്ടാകുന്നത്. അതാണ് സ്റ്റാർട്ടിങ് പോയിൻ്റ് വേണമെങ്കിൽ പറയാം. പിന്നെ 1948 ഈ സിദ്ദിഖ് സേത്ത്, അദ്ദേഹത്തിൻ്റെ സക്സസർ ആയിട്ടുള്ള സിദ്ദിഖ് സേത്ത് ഇത് ലാൻഡ് അത് എടപ്പള്ളി സബ് രജിസ്ട്രൽ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ഒരു 50 വർഷത്തിന് അതിൻ്റെ ഇടയ്ക്ക് സംഭവിച്ചത് സീ ഇറോഷൻ ഉണ്ടായി. അപ്പോൾ അത് അപ്പോഴേക്കും ഒരുപാട് ലാൻഡൊക്കെ നഷ്ടമായി. 404 ഏക്കർ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഇല്ലാതെയായി. വെള്ളം കൂടിയിട്ടുണ്ടാവും, അത് നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ടൊറൻഷ്യൽ റെയിൻസ് ആൻഡ് റഫ് സീസ് ഇൻ 1934 കംപ്ലീറ്റ്ലി obliterated a seaside known as പണ്ടാര സീസൈഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ സാധനങ്ങൾ കുറേ എടുത്തു പോയിട്ടുണ്ട്. പിന്നെ അപ്പോൾ എ സിഗ്നിഫിക്കൻറ്റ് പോർഷൻ ഓഫ് ദ ലാൻഡ് ലീസ്ഡ് ബൈ ദ കിങ് ടു സെയ്ത്ത് വാസ് ഇൻക്ലൂഡഡ്. ലേറ്റർ രജിസ്റ്റേർഡ് ലാൻഡ് ഇൻക്ലൂഡഡ് ഏരിയാസ് വെയർ ഫിഷർമെൻ ഹാഡ് റിസൈഡ് ഫോർ നിയർലി എ സെഞ്ചുറി. അപ്പോൾ ഒരു 1000 വർഷത്തോളം താമസിച്ചിരുന്ന ലാൻഡും കൂടിയൊക്കെ ഇവരങ്ങൾ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. ഇതാണ് ആദ്യത്തെ ഒരു ചരിത്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. ആദ്യം ഇത് ലീസിന് കൊടുക്കുമ്പോൾ അവിടെ എത്ര ഫാമിലീസ് ഉണ്ടായിരുന്നു? അന്ന് ഫാമിലീസിൻ്റെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളങ്ങനെ കണക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. 92 നമുക്ക് എന്തോരൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഈ ക്രിസ്ത്യൻ ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിയുമോ, നമുക്ക് ഈ നമ്മളുടെ ചരിത്രത്തിൻ്റെ പലപ്പോഴും എത്ര പേര് അത് ചിലപ്പോൾ ഏതൊക്കെ സമൂഹമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങളിപ്പോൾ കടപ്പുറം എന്ന് പറയുന്ന ഈ ഭാഗം തന്നെ ഒരു ഇടവകയായിട്ട് പ്രഖ്യാപിച്ചത്. ഈ രൂപത കോട്ടപ്പുറം എന്ന് പറഞ്ഞ രൂപത വന്നത് തന്നെ 1987 ഇത് വരാപ്പുഴയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അത് എത്ര പേര് അന്ന് ഉണ്ടായിരുന്നൊക്കെ ചോദിക്കാൻ അതൊന്ന് നോക്കേണ്ടി വരും കൃത്യമായിട്ട്. അത് പക്ഷേ എങ്ങനെയായാലും ഇതിൻ്റെ രജിസ്റ്റേർഡ് ലാൻഡ്, കാരണം നമുക്കറിയാം നമ്മളുടെ കേരള എന്ന് പറഞ്ഞിട്ട് വന്നത് എപ്പോഴാണ് അല്ലേ? അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കേരളത്തിൽ എത്ര ആളുകളൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1950 എന്ത് ചെയ്ത് രജിസ്റ്റേർഡ് ലാൻഡ് വാസ് ഹാൻഡഡ് ഓവർ ടു ദ മാനേജ്മെൻറ്റ് ഓഫ് ഫറൂഖ് കോളേജ് ബൈ സിദ്ദിഖ് സെയ്ത്ത് ഓൺ 1 November 1950. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് ഇത് ഗിഫ്റ്റ് ഡീഡ് എന്നാണ് പറയുന്നത്, ഗിഫ്റ്റ് ഡീഡായിട്ട്. അപ്പോൾ നമുക്കറിയാം ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഓഫ് ഫറൂഖ് കോളേജ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1948 അറ്റ് ഫറൂഖ് ഇൻ കോഴിക്കോട് ഡിസ്ട്രിക്ട്. ആ സമയത്ത് തന്നെ 1948 അവിടെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ ഈ ഫറൂഖ് കോളേജ് തുടങ്ങാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായത് സിദ്ദിഖ് സേത്ത് ക്ലോസ്നെസ് വിത്ത് മൗലവി അബ്ദുള്ള അഹമ്മദ് അലി, എ ചാവക്കാട് നേറ്റീവ് ആൻഡ് ഫൗണ്ടർ ഓഫ് ഫറൂഖ് കോളേജ്, ഈസ് റിപ്പോർട്ടഡ് ടു ഹാവ് ഇൻഫ്ലുവൻസ്ഡ് his decision to give the land to the college. However, അതിന് കാരണമുണ്ട്. കാരണം ഇപ്പം അവിടെ ഇത്രയധികം ലാൻഡ് ഉണ്ടെന്നുള്ള ഇതിലായിരുന്നു അദ്ദേഹം അങ്ങ് കൊടുക്കാന്നുള്ള പ്ലാൻ ഇട്ടത്. അത് കഴിഞ്ഞ് മനസ്സിലായി ഇറോഷൻ കഴിഞ്ഞപ്പോഴേക്കും കുറേ ലാൻഡൊക്കെ പോയിന്ന്. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായത് ഇനി ഈ ലാൻഡ് പിടിച്ചു വെച്ചിരിക്കുന്നത് ബുദ്ധിയല്ല. കാരണം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ആ കോളേജും ഉണ്ടാവില്ല, സ്ഥലം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലായതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം however there are indications that Seth believed that there was no use in holding such a land
when the 404-acre land was reduced to a quarter over the years due to sea erosion. പിന്നെ എന്താ പറഞ്ഞാൽ 100 ചില്ലാനമായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ്. ഈ 404 എന്നുള്ളത് പെട്ടെന്ന് ഈ ഇറോഷൻ കഴിഞ്ഞപ്പോഴേക്കും 100 ചില്ലാനായിട്ട് കുറഞ്ഞു. അപ്പോൾ അത് സംശയമുള്ളത് തിരുവിതാംകൂർ മഹാരാജാവ് ലീസിന് കൊടുത്ത സ്ഥലമാണ്. അതെ, ആ സമയം കൈമാറാനുള്ള അവകാശം ഇദ്ദേഹത്തിന് ഉണ്ടാവും. അങ്ങനെ യഥാർത്ഥത്തിൽ ഇല്ല എന്നുള്ളതാണ് അതൊന്ന്. പക്ഷെ അതിന് മുമ്പ് തന്നെ അവിടെ ആളുകളുണ്ട്. ഈ ആളുകൾ ഉൾക്കൊള്ളുന്ന ഇതാണ് ലീസിന് കൊടുത്തത്. അതാണ് പിന്നെ കൈമാറ്റം തന്നെ ഇല്ലീഗലായിട്ടുള്ള ഒരു രീതിയാണ്. പക്ഷെ അവർ വിചാരിച്ചത് ഈ ഫറൂഖ് കോളേജ് ഏതായാലും രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഈ ആളുകളെയൊക്കെ ലാൻഡ് അവരുടെ ഓണർഷിപ്പിലാക്കി മറ്റുള്ളവർക്ക് വിൽക്കുകയും ആ കാശ് കൊണ്ട് കോളേജ് വേറെ എവിടെ പണിയാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. എന്നിട്ട് ചെയ്തത് അതിൻ്റെ കാശും കൂടി പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. പ്രത്യേകിച്ച് it was registered at a time under the condition that the management of Farook College should not use the land for any purpose other than educational objectives. ഈ ഗിഫ്റ്റ് ഡീഡായിട്ട് കൊടുത്തപ്പോൾ അന്ന് അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവൺ ഇഫ് ഇറ്റ് കുഡ് ബി ബോട്ട് ആൻഡ് സോൾഡ് ആൻഡ് ദാറ്റ് ഇഫ് ഫറൂഖ് കോളേജ് ceases to exist at any point, the land should be returned to his descendants. But knowingly or unknowingly, the word Waqf was written in that document. ഈ പേപ്പർ ശരിയായി കഴിഞ്ഞപ്പോൾ ആ ഗിഫ്റ്റ് ഡീഡിൽ വഖഫ് എന്ന് വന്നു എന്നുള്ളതാണ് ഇവിടെ വലിയൊരു ഇഷ്യൂ ആയിട്ട് വന്ന കാരണം. പിന്നെ ഈവൻ ബിഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് some of the resident had obtained occupancy certificates. അപ്പം ഇത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, ഈ ട്രാൻസ്ഫർ നടക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഈ ഒക്കുപ്പൻസി സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് കാരണമുണ്ട്. ഫ്രം ദ താലൂക്ക് ഓഫീസ് ദ ലോക്കൽസ് ഡിഡ് സോ ബിക്കോസ് ദ സർട്ടിഫിക്കറ്റ് വുഡ് ഹെൽപ്പ് ദം ടു ഗെറ്റ് ഇലക്ട്രിസിറ്റി, ഡ്രിങ്കിങ് വാട്ടർ എക്സെട്ര. അപ്പോൾ അതുകൊണ്ട് അത് കിട്ടാൻ വേണ്ടി അവർ നേരത്തെ തന്നെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എ ഫ്യൂ ഇയേഴ്സ് ലേറ്റർ സം uneasiness arose between the management of Farook College and the local residents due to some disputes. അപ്പോൾ അത് കഴിഞ്ഞ പിന്നെയാണ് ഫറൂഖ് കോളേജിൻ്റെ ആളുകളും ജനങ്ങളും തമ്മിൽ ചെറിയ ഡിസ്പ്യൂട്ട് ഉണ്ടായി. കാരണം ഈ ലാൻഡ് അവർ പിടിച്ചെടുക്കാൻ പോകണമെന്നുള്ള വിധത്തിലുള്ള ഇത് വന്നപ്പോഴേ ഫറൂഖ് കോളേജായിട്ട്. ദിസ് കേസ് കണ്ടിന്യൂഡ് ഫോർ സെവറൽ ഇയേഴ്സ് ഫോളോയിങ് ദി അസസ്മെൻറ്റ് ദാറ്റ് ദ ലാൻഡ് ഹാഡ് ബീൻ ഗിഫ്റ്റഡ് ടു ഫറൂഖ് കോളേജ്. Subsequent court orders were not favorable to local residents. അപ്പോൾ 1974 ആയപ്പോഴേക്കും ഇത് ഫറൂഖ് കോളേജിൻ്റെ ആണെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു കോർട്ട് ഓർഡർ ഉണ്ട്. അതിൻ്റെയൊക്കെ രേഖകൾ ശരിക്കും അവിടെ ഇരിക്കുന്നുണ്ട്. കടപ്പുറത്തുണ്ട്, വന്നിട്ടുണ്ട്, കോടതിയുടെ ഓർഡർ ഉണ്ടെന്ന്. അപ്പം 1975 മുതൽ അത് ഫറൂഖ് കോളേജിൻ്റെതാണെന്നാണ് പറയുന്നത്. പിന്നെ പർച്ചേസിങ് ഇൻ 1975 the residents of the area formed a tenant group and filed a petition in the Farook Municipal Court. That case continued for 12 years. After a long 34 years, in 1987, as part of a compromise, the then residents paid a large sum to the Farook College, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, to the management to purchase the land where they had been living for more than a century. അതും വളരെ വിരോധാഭാസമാണ്. ഇത്രയും നാൾ അവർ താമസിച്ചിരുന്ന സ്ഥലത്ത് വീണ്ടും കാശ് കൊടുത്ത് അവർ വാങ്ങിയാണ്. അന്ന് ടെനൻസ് ആയ സ്ഥിതി കുടിയിരുപ്പായിട്ട് അവർ കിട്ടേണ്ടതായിരുന്നു. എങ്കിലും ഫറൂഖ് കോളേജായിട്ട് തർക്കം തീർക്കാൻ വേണ്ടി അവർ കാശ് കൊടുത്തു. ആ ഫാമിലീസാണ് ഈ പറയുന്ന 610 ഫാമിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ദേ പെയ്ഡ് ₹250 അന്നത്തെ കേട്ടോ. At that time, the land in many nearby areas cost less than 100. അപ്പോൾ 100 സ്ഥലത്ത് ഇവർ 150%, അതായത് ഇരട്ടിയായിട്ടുള്ള കാശ് കൊടുത്താൽ വാങ്ങണം. നല്ല വില കൊടുത്താൽ വാങ്ങിയെന്ന് അർത്ഥം. However, the fishermen who had been living there for ages, they were forced to pay a heavy price as their occupation would be adversely affected. അപ്പോൾ അങ്ങനെ ഒരു പേടിച്ചിട്ട് അവരെല്ലാവരും ചെയ്തതാണ്. സബ്സിക്വൻ്റ്ലി ഹസൻ കുട്ടി സാഹിബ്
Secretary of the Managing Council of Farook College, signed around 280 land documents between 1989 to 1993. അപ്പം അത്രയും 250ഓളം ലാൻഡ് ഡോക്യുമെൻറ്റ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഏകദേശം ചരിത്ര ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ കുറച്ച് ക്ലാരിറ്റി വന്നല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? കൊബച്ചിനെ ആഡ് ചെയ്യാനുണ്ടോ എന്തെങ്കിലും? ഇതിനകത്ത് ഇപ്പം പിതാവ് പറഞ്ഞു വഖഫ് എന്നുള്ള വേർഡ് ആഡ് ചെയ്തു. അപ്പൊ ഇതൊരു വഖഫ് ഭൂമിയാണ്. ഇതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്. ഇപ്പം ഇവരോട് വഖഫ് ബോർഡിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് അദ്ദേഹത്തിന് അറിയാതെ ചെയ്തു പോയതായിരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഖഫ് അല്ല എന്നുള്ള വിധത്തിൽ എഴുതിപ്പോയത് അദ്ദേഹത്തിന് അറിവുകേടാണെന്ന് പറഞ്ഞത്. അപ്പോൾ വഖഫാണെന്ന് പറഞ്ഞ് എഴുതിയതും അദ്ദേഹത്തിന് അറിവുകേടാവാം. ചർച്ച നിലപാട് വഖഫ് അല്ല എന്നുള്ളതാണ്. കാരണം ഇത് ഒന്നാമത്തെ കാര്യം, ഇത് കണ്ടീഷണൽ ആയിട്ട് ഒരിക്കലും വഖഫ് കൊടുക്കില്ല എന്നുള്ളതാണ്.